السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇന്നസ്സലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് കഡ്ഡായമാണ്, സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. വ അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കരിക്കണു, നിസ്കാരത്തെ നിലനിർത്തണു പടച്ചോൻ്റെ സ്മരണക്ക് വേണമായിട്ട്. നിസ്കാരം ചൊല്ലത് വളരെ മഹത്വമുള്ള ഇബാദത്താണ്. 5 വഖത്താണ് ഫർദ് നിസ്കാരം. അയിമ്പോ ഇന്നെതിരെ ഒലിമ്പോവട്ട തിരിച്ചു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഷഫാഅത്ത് പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാം പിറകു പോണു ചൊന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പോയിട്ട് ഞങ്ങൾക്ക് 5 ആക്കിയിട്ടാണ് അവസാനം തൻ്റെ 5 അയിമ്പോയുടെ പ്രതിഫലമാണ്. അങ്ങനെ സുബഹി, ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശാ ഈ ഫർദ് നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും പൊടുകുതീറ. കാരണം വളരെ മഹത്വമുള്ളതാണ്. ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ നിയോഗിച്ചതിലെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇബാദത്താണ്. ഇബാദത്തിൽ പ്രധാനമായത് നിസ്കാരമാണ്. ഒരാൾ തടി കൊണ്ട് എടുക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളത് നിസ്കാരമാണ്. സ്വർഗ്ഗലോകത്തെ താക്കോലേതുണ്ട് കേട്ടെങ്കിൽ നിസ്കാരമാണ്. ഇതെല്ലാം ഹദീസിൽ വന്നതാണ്. നാളെ ആഖിറത്തിൽ ആദ്യമായി വിചാരണാക്കടെ നിസ്കാരത്തെ വകയാണ്. ഇസ്ലാമിയുടെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് നിസ്കാരം. അതുപോലെ ഒരു വിശ്വാസിയുടെ ബാഹ്യമായ അടയാളമാണ് നിസ്കാരം. അതുപോലെ നേരത്തെ ചെന്നത് ശരീര അഫ്ളലുൽ അഅ്മാലിൽ ബദനിയത്തി കുല്ലിഹ അസ്സലാഹ്, തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ വളരെ മഹത്വമുള്ളത് നിസ്കാരമാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമാണ്. അതുപോലെ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഈ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരുന്നാർ. ഇതുപോലെ അല്ലെങ്കിലും അങ്ക് സ്പെഷ്യൽ ശരീഅത്തിന്ത് നിയമങ്ങളിന്തേതായാലും നിസ്കാരങ്ങളിന്ത്. അതുപോലെ യുദ്ധരണാങ്കണത്തിൽ വരെ ഈ നിസ്കാരം ബുടകു തീരാണ്ട് ചൊല്ല നിയമമാണ്. സുബ്ഹാനല്ലാഹ്. ചെറിയ മക്കളെ കൊണ്ട് 7 വർഷമായെങ്കിൽ നിസ്കരിക്കൂ, ഉപദേശാക്കണു, പടിപാട്ടണു. 10 വയസ്സായെങ്കിൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണുണ്ടാണ്. അങ്ങനത്തെ നിർബന്ധമായ ആരാധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവസാന സമയത്ത് വരെ ആവർത്തിച്ചിട്ട് ഉപദേശാക്കിയത് നിസ്കാരത്തെ വകയാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശമായ കാര്യങ്ങളെ എല്ലാം മായ്ച്ചു കളയിടങ്കെത്ത പുണ്യകർമ്മമാണ് നിസ്കാരം. അതുപോലെ നിഷിദ്ധമായ കർമ്മത്തിൽ നിന്ന് മനുഷ്യരെ തടയരുതുമാണ് നിസ്കാരം. ഇങ്ങനെ നിസ്കാരത്തുള്ള പവരത്രയാണ്, ചൊന്നു തീർക്കുക ആവാത്തതാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനും സത്യവിശ്വാസിയും അവിശ്വാസിയും മുസ്ലിമും അല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നിസ്കാരം ഒരിക്കലും പൊടുകു തീറ. ആണ് മുസ്ലിമും ചൊന്ന് നടന്നിട്ട് കാര്യമില്ല. അള്ളാഹു ഇത്രയും മഹത്വത്തോടെ കഡ്ഡായമാക്കിയെനിക്കെത്ത നിസ്കാരം ഞാൻ ബുഡ്രാൻട്ടായെങ്കിൽ അത് ആധാർ കാർഡിൽ മാത്രമാണ് മുസ്ലിമും ചൊല്ല പേര്. ഓരോ നിസ്കാരവും അത് പഠിച്ചുകൊണ്ടൊട്ടിയ നടത്തലെനിക്കെത്ത ഇൻഷുറൻസ് പോലെയാണ്. അത്രയും വലിയ നിസ്കരിക്കലെനിക്കെത്ത ആൾ പഠിച്ചുകൊണ്ട് ഇൻഷുറൻസ് ലിക്കട. ദുനിയാവിടെ ഇൻഷുറൻസ് വേനായിട്ട് എത്ര നിങ്ങൾ ഓടുക, എത്ര മസാല ഉണ്ടാക്കട, എന്തെല്ലാം ആക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഓടുക തെറ്റായത്. അതേസമയത്ത് നിസ്കരിക്കലെനിക്കെത്ത ആൾ പഠിച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ ലിക്കട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദ റളിയല്ലാഹു അൻഹുടെ ഒട്ടി ചെന്നത് ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട്. ഒരു നിസ്കാരവും നീ ബുടകു തീറ. കാരണം ഒരാൾ കരുതിക്കൂട്ടി നിസ്കാരം വിട്ടാണ്ടായെങ്കിൽ അവൻ അള്ളാഹുടെ പ്രത്യേകമായ സംരക്ഷണം അവനക്ക് നഷ്ടപ്പെട്ടത്. അവൻ നിസ്കാരത്തെ വകി അങ്ങനെ ചെന്നത് നിസ്കരിക്കടെങ്കെത്ത ആൾ അള്ളാഹുടെ പ്രൊട്ടക്ഷനിലിക്കട. സുബഹി നിസ്കാരത്തെ വകി സ്പെഷ്യലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതുണ്ട്. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഒരാൾ സുബഹി നിസ്കരിക്കടാണ്ടായെങ്കിൽ അയാൾ അള്ളാഹുടെ വലിയ ദിമ്മത്തിലിക്കട, ഉത്തരവാദിത്തലിക്കടാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. അപ്പം നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ബുടകു തീറ, ഖളാ ആക്കു തീറ. അത്രയും വലിയ മഹത്വമുള്ളെങ്കിത്തെ സുബ്ഹാനല്ലാഹ്. നിസ്കാരം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോണു തീറ. നമാസൻ ചൊല്ലെങ്കിത്തെ ഞങ്ങൾ ചൊല്ല നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലം തന്നെങ്കിത്തെ ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ അടയാളമായി ചൊന്നെങ്കിത്തെ നിസ്കാരം ജീവിതത്തിൽ ഖളാ ആയി പോണു തീറ, നഷ്ടപ്പെട്ടു പോണു തീറ. മക്ക ഔത്തുള്ള ആൾമാർ ഒരാൾ ഔത്തുൽ നിസ്കരിക്കില്ല എന്ന് ചൊന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ അവലക്ഷണം. അതാണ് അങ്ങനെ സമയമില്ല, ഇങ്ങനെ സമയമില്ല, വർക്കത്തില്ല എന്ന് ചൊന്നിട്ട് എവിടെയെല്ലാം പോയിട്ട് പൈസ ചിലവാക്കിടാറ്, പോയോണ്ട് ഇക്കിടാറ്. ജീവന പര്യന്ത ഇങ്ങനെ ചുത്തരങ്കിയത്തെ ആൾമാരിക്കിടാറ് വർക്കത്തില്ല എന്ന് ചൊന്നിട്ട്. കറക്റ്റ് നിസ്കാരം നടക്കില്ല. ഒരു ഔത്തുൽ നിസ്കരിക്കാത്ത ഒരാൾ ഉള്ളാന്ന് ചൊല്ലേത് ഏറ്റവും വലിയ ഷൂമാണ്. ഖുർആൻ ഓതുല്ല എന്ന് ചൊല്ലേത് ഏറ്റവും വലിയ അവലക്ഷണമാണ്. ആ ഔത്തുൽ പിന്നെ ഷെയ്ത്താനാണ് ഇക്കിടെ, വർക്കത്തിക്കില്ലേ. അങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടാറ് അന്തജാവില്ലേ. പ്രത്യേകിച്ചും സുബഹി നിസ്കാരിക്കാത്ത എനിക്കെത്ത കുറേ ആൾമാരിക്കിടാർ. ഇപ്പോൾ അമുസ്ലിമീങ്ങളായ ആൾമാർ വരെ സുബഹിക്ക് വേഗനിക്കിടാർ. ചിലരായത്തെല്ലാം പോയെങ്കിൽ മുസ്ലിം കറിയങ്ങ ഉള്ള ഗ്രാമങ്ങളുള്ള എനിക്കെത്ത ജാഗയിൽ എത്ര സുബഹിയായിട്ടും വെഞ്ചിട്ടിക്കില്ല എന്ന് ചൊല്ലത് മുസീബത്താണ്. ജാവുക എത്ര നാറാണ് ഉറങ്ങടയില്ലേ. അത് ഈ സമൂഹത്ത് വന്നെങ്കിലെത്ത ഏറ്റവും വലിയ ഫിത്ന. ഈ ഗൾഫിൽ അങ്ങനെ ചൊല്ലാറ്.
ഗൾഫിലുള്ളതെല്ലാം ഇസ്ലാമിൽ എങ്ങനെയാണ് തെളിവ് അവിടെ? ഇതിൻ്റെ അറബ് ലോകത്തടക്കം രാത്രി ഉറക്കില്ല, രാത്രി ഫുള്ള് സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതിക്കെതിരാണ്. ഞങ്ങൾ ഗുരുവായിട്ട് ഞങ്ങൾ നടത്തണോണ്ട് എന്തുമില്ല. അങ്ങ് അറബിങ്ങല്ലേ, അങ്ങ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എനിക്ക് ഒരാൾമാർ ചൊല്ലിട്ടുണ്ട്. രാത്രി ആയെങ്കാണ് അങ്ങ് ഉണർറേ ചൊന്നെങ്കിൽ സുവൈത്തോലെ ചുറ്റിക്കൊണ്ടിരിക്കലേ, ജാവ് കഞ്ഞ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കലേ. രാത്രിയാണ് ഹയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെന്തര്, ഇശാ കഴിഞ്ഞാൽ പിന്നെ മോശമായ സംസാരങ്ങളില്ല, ഇശാ കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് മാത്രമാണ്, പിന്നെ ഉറക്കമേ. ജാവുക്ക് വേഗം ഉറങ്ങിയിട്ട് സുബൈക്ക് വേഗം എണിക്കുന്നതാണ് ഇസ്ലാമി സംസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് അതാണ്. ഏത് അറബ് ലോകത്ത് പോയെങ്കും എവിടെ പോയെങ്കും രാത്രി ഹയാത്താനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതുക്ക് നേരെ ഉൾട്ട. അവിടെയാണ് ശൈത്താൻ ജയിച്ചുകൊണ്ടുള്ളതെന്ന് ഞങ്ങൾ ചൊല്ലേ. ശൈത്താൻ ജയിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കട ഇതെല്ലാം ആധുനികതയാണ്, ഭയങ്കരമാണ്, അഭിവൃദ്ധിയാണ്, അങ്ങനെ ഇങ്ങനെയാണ് ചൊല്ലുമ്പോൾ ഇവിടെ എല്ലാം ശൈത്താൻ ജയിക്കണമെങ്കെത്ത കാലമാണ്. ശൈത്താനുക്ക് വേണമായി പണിയെടുക്കണമെങ്കെത്ത ആൾമാരാണുള്ള യൂറോപ്യൻ സംസ്കാരങ്ങളാണ് ഇതെല്ലാം. അവിടെയെല്ലാം അതിൽ ഞങ്ങൾ വാരിട്ട് ഞങ്ങൾ പിടിച്ചോള രാത്രി ഹയാത്താക്കിടവുള്ള. എന്നിട്ടോ എത്രമാ ലേറ്റായിട്ട് ഇറങ്ങടേ, സുബൈക്കെനിക്കില്ലേ, ജാവുക്ക് മൊബൈൽ ഞെക്കൊണ്ടിക്കടേ, നോക്കിക്കൊണ്ടിരിക്കടേ, അഞ്ഞ പാടരി പോകുന്നോണ്ടിരിക്കടേ, റോഡ് സൈഡിലിക്കടേ, ഉറങ്ങില്ല. ജാവുക്ക് വേഗം വന്നിട്ടും ചൊല്ലത് വലിയ മുസീബത്താണ്. ഞങ്ങൾക്ക് എല്ലാ വർക്കത്തും ഇല്ലാണ്ടാവും, ഞങ്ങൾ സർവനാശാവുള്ള. കാരണം രാത്രി വെറുതെകും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കടേന്ന് ചൊല്ലതാണ്. രാത്രി വേഗം ഉറങ്ങണു, സുബൈക്ക് വേഗം എണിക്കണു. അതാണ് ബറക്കത്തിൻ്റെ സമൃദ്ധിയുടെ ഏറ്റവും വലിയ കാരണം. സുബൈ നിസ്കാരം കഥ ആയി പോണു തീറ. ഈ അടുത്തൊരാൾ വന്ന് അയാളെന്തോ ഉഷാരില്ലാണ്ട് സുബൈക്ക് നല്ല കറക്റ്റ് വേഗം എനിക്കിടക്കെത്താൾ. അയാൾ ഗൊന്തായിട്ടില്ല, അങ്ങനത്തെ അലാറമായിട്ട് 7:30 ഗಂಟೆಗೆ എഞ്ചവൾ. അയാൾ കണ്ട് സമാധാനമേ ഇല്ല, ബേജാറിലാണ് വന്നത്. എന്തൊരാക്കടെ പിടുത്തമില്ല, ഒരു റാഹത്തും ഇല്ല. അങ്ങനത്തെ ആൾമാരിക്കടാറ് ഈമാൻ്റെ ലക്ഷണമാണ്. സുബൈ നിസ്കാരം ഒരിക്കലും കഥ ആക്കോ തീറ. നല്ല ചളിയുള്ള എനിക്കെത്ത ടൈം, നല്ല മല വന്നുകൊണ്ടിരിക്കട്, ചളി കൊണ്ട് പയച്ചിട്ട് ഉറങ്ങും, ഭയങ്കര കുസിയാണ്. ആ സമയത്ത് സ്വതഹ റബ്ബുടെ വിചാരിച്ചിട്ടവണു എനിക്കോ അവിടെ എങ്കിൽ ഈമാനാണത്. ഒരാൾക്ക് പഠിച്ചുകൊണ്ടൊട്ടിക്ക് വിർസ ഉണ്ടും ചൊല്ലതൊരു അടയാളം ദ്രവന്തുണ്ട. അള്ളാഹുടൊട്ടി നക്ക് വിർസ ഉണ്ടാകട്ടെ ഞാൻ ചൊല്ല നല്ല വിർസ ഉണ്ട് നക്കുണ്ട്. വിർസ ഉള്ളതൊരു വളരെ പ്രധാനപ്പെട്ട അടയാളം നമുക്ക് നോക്കാം. സുബൈക്ക് ആരും വിളിക്കാണ്ട് അവനക്ക് സ്വന്തമായിട്ട് എണിക്കുക അവിടെ. ഇങ്ങനെ എത്ര ആൺമക്കൾ എണിക്കുക ഓടൂ, എത്ര പെൺമക്കൾ എണിക്കുക ഓടൂ. 18 അല്ല 20 അല്ല 25 വർഷം അല്ല എത്ര വർഷമായെങ്കും ചിലപ്പോൾ മങ്ങിലായിട്ട് മക്ക ഉള്ളെങ്കിൽ ആൾമാർ വരെ ഞങ്ങൾ പെഞ്ഞായിമാർ വിളിക്കണം, അല്ലെങ്കിൽ പെഞ്ഞായിമാർ മാപ്പിളമാർ വിളിക്കണം. വിളിച്ചിട്ട് സുബൈ നിസ്കാരം കഥ ആയിത്ത്. ഓണ്ടെ കാതിൽ ശൈത്താൻ മൂത്ര വീത്തിട്ടാണ് പോണ്ടേ. ഏത് സോപ്പിട്ടെങ്കും പിന്നെ അത് ക്ലീൻ ആവലെ. അങ്ങനത്തെ മൂത്രമാണ് ബാല ശൈത്വാൻ ഫീ ഉദ്നിഹി. അങ്ങനെ കാതിൽ ശൈത്താൻ മൂത്ര വീത്തിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം ഇത് പഠിപ്പാട്ടിര്. അപ്പോൾ ഒരാൾക്ക് പഠിച്ചുകൊണ്ടൊട്ടിക്ക് വിർസ കൊണ്ടും ചൊല്ലതൊരു അടയാളം. വേറെ എന്തും നോക്കണമെന്നില്ല. ഞങ്ങൾ അയാൾ ആ മജിലിസ് പോണ്ട്, ഈ മജിലിസ് പോണ്ട്, അങ്ങനെ ആക്കിയിട്ട് ജാവ് ഫുള്ള് വെറുതെ മജിലിസ് പോയി ആ സ്റ്റേജ് കെട്ടി അങ്ങനെ ആക്കിയ, ബാനർ കെട്ടി എല്ലാം ആക്കിയ. ബാനർ കെട്ടിയിട്ട് ആക്കിയെന്തര് പോയിട്ട് ഉറങ്ങിയിട്ട് സുബൈ 10 ಗಂಟೆಗೆ എണിച്ചാ. 3 ಗಂಟೆ തോല് ബാനർ കെട്ടിയെന്ന് പോവാ, 4 ಗಂಟೆ തോല് കെട്ടിയെന്ന് പോവാ. നിസ്കാരത്തില്ല ഇബ്ലീസ് കൊണ്ടുപോയിട്ട് വർക്കട. നല്ല പ്രവർത്തനങ്ങൾ ആക്കുമ്പോഴും അത് തേൻ്റെ ഉൾഗ വിഷയിട്ട് തന്ന പോലെ, സ്റ്റേജ് കെട്ടുന്നത് നല്ലല്ലേ, ബാനർ കെട്ടുന്നത് നല്ലതല്ലേ, ആ ഫംഗ്ഷൻ ആക്കുന്നത് നല്ലതല്ലേ നിങ്ങൾ കേൾക്കുവാർ. നല്ലതേ ഇത് ഇന്നെങ്കാണ് നല്ലത്. ഔറത്ത് മറിച്ചെങ്കിൽ തലകെട്ട് ഓക്കെ, തലകെട്ട് മാത്രം കെട്ടിയിട്ട് ഔറത്ത് ഓപ്പൺ ആക്കിയിട്ട് എന്താണ് കാര്യമുള്ളത്? ആധുനിക ലോകത്ത് സംഭവിച്ച നാടകങ്ങളാണ് ഇതെല്ലാം. സുന്നത്തുകൾ മാത്രമേ എടുക്കടേ. മഹാന്മാർ ചൊന്നാറ് മിസ്കാത്തര ഷർഹൻ മുല്ല അലിയുൽ കാരി ചൊല്ലു മഹാന്മാരെ വളക്ക. സുന്നത്തുകൾ എടുക്കടേ, ഐച്ഛികമായത് മാത്രമേ എടുക്കടേ, കഡായമായത് വലിച്ചെറേ. ഇത് മുസീബത്താണ്. ഉമ്മടെ നോക്കില്ല, ഏതോ ഒരാളെ നോക്കിക്കൊണ്ടുള്ളേ. സ്വന്തം ബാപ്പ ഹിദ്മത്താക്കില്ല, ബാപ്പയുടെ പറഞ്ഞുകൊണ്ടിരിക്കടേ. നിരക്കരുടെ ആളെ ഓൻ്റെ ഫ്രണ്ട് റബ്ബടെ ഭയങ്കര ഹിദ്മത്താക്കടെ. ഉടക്ക് വിടറേ ബൈക്കിൽ വിടറേ കാറിൽ വിടറേ. ഇത് അന്ത്യനാളുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന അബ്ബവുമടെ ദൂറാക്കടേ, ഫ്രണ്ടറെ മുട്ടാക്കടേ, ഫ്രണ്ടറെ ചങ്ങായിമാർ അങ്ങളെ അബവുമടെ മുട്ടാക്കടേ. ഇത് അന്ത്യനാളുടെ അടയാളമാണ്. തീക്കാത്ത് വെറുണ്ടാണ്, ചുകന്ന കാത്ത് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ട്. അപ്പോൾ ചൊന്നു വന്നത് നിസ്കാരം എൻ്റെ ജീവിതത്തിൽ ഖളാ ആയി പോണു തീറ. നക്ക് ഈമാനുണ്ടെന്ന് ചൊല്ലതരെ, നക്ക് പഠിച്ചുകൊണ്ടൊട്ടിക്ക് സ്നേഹമുണ്ടെന്ന് ചൊല്ലതരെ അടയാളം എന്തെങ്കിലും ചൊന്നെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ പോയി. സുബൈക്ക് നക്കെ എണിക്കുക അവിടെ. ഇത് ഞാൻ ചക്കാക്കണു. ഇത് എൻ്റെ അബ്ബ വന്നിട്ട് വിളിക്കണോ, ഉമ്മ വന്ന് വിളിക്കണോ, വിളിച്ച് ബച്ചു പോണ്ടക്ക്. പിന്നെ ഓൺ നിസ്കാര കഥാക്കിട്ടാണ് പണിക്ക് പോണ്ടേ, സ്വർത്തക്ക് പോണ്ടേ. ഓണിക്ക് എവിടെയാണ് വർക്കത്തുള്ളേ? ഏത് ഇസ്നോടല്ല ഏത് സയ്യിദന്മാർ എങ്ങനത്തെ ആൾമാരെ മുട്ട പോയെങ്കും ഓണുക ഒരു വർക്കത്തും കിട്ടാലെ. അങ്ങനെ പോണ്ടെങ്കത്തെ കുറേ ആൾമാരുള്ളാർ. സുബൈക്ക് എനിക്കളോട് കൂടെ ചീലയിട്ട് വർത്താവിടാറ്. ആണിങ്ങ പെണ്ണിങ്ങ സമയമില്ല, വർക്കത്തില്ല, അങ്ങനെ ഇങ്ങനെ എവിടെ വർക്കത്തവിടും. ഇങ്ങനെ സുബൈ നിസ്കാരം ഞാൻ കഥാ ആക്കിടേണ്ടായെങ്കിൽ, അതുപോലെ സുബൈയിൽ പിന്നെ സൂര്യ ഉദിക്കടോടത്തോളം ആ നല്ല വർക്കത്തില ടൈമിൽ ഞാൻ ഉറങ്ങിടേണ്ടായെങ്കിൽ, ഇങ്ങനത്തെ മുസീബത്ത് ഉണ്ടുണ്ടായെങ്കിൽ ആ ഉത്തുൽ ഒരിക്കലും വർക്കത്തിക്കല്ലേ. അവിടെ എന്ത് ചെന്നിട്ടും കാര്യമില്ല. നിങ്ങൾ മറന്നൊരാൾമാരോട്ട് പോയെങ്കിൽ പൈസ അങ്കാവല്ലാണ്ട് നിങ്ങളെ സമസ്യ പരിഹാരമാവല്ലേ.
ನಾಲ್ಕು ವರ್ಕ പോകുമ്പോൾ ಅವನಿಗೆ 500 ಕೊಡ್ಕೊಂಡು ವಾರத்து ವರ್ಕ പോകുമ്പോൾ 500 കൊടുത്തിട്ട് അവனுക്ക് പൈസ ആയിട്ട് അവൻ്റെ സമസ്യ പരിഹാരം ആയിട്ട് ഈ പോയ അവൻ്റെ സമസ്യ പരിഹാരം ഉള്ള എവിടെ മൂലത്തുക മറന്നാക്കാണ്ട് എവിടെയാണ് പരിഹാരം അവിടെ അവ ചൊന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ വഴിപാട്ടിയെത്ത സുബഹി നിസ്കാര ഖളാ ആക്കൂതിറ ഇതൊന്നു മാത്രം മനസ്സിലാക്കിയാൽ മതി. നക്ക് ഇത്രയും നിയമത്ത് തന്ന നക്കെല്ലാ ശ്വാസോച്ഛ്വാസ ഓരോ ശ്വാസവും എടുക്കൂ തൗഫീഖ് തന്ന നിയമത്തുകളെ കൊണ്ട് നൻ്റെ നൊറച്ചെങ്കെത്ത റബ്ബു ആ റബ്ബുടട്ടെ നക്ക് ബിർസ ഉണ്ടാവാൻ കേട്ടെങ്കിൽ ഞാൻ ബിർസ ഉണ്ടോൻ പോവേണ്ടേ എവിടെയാണ് ബിർസ ആ ബിർസത്തെ ഏറ്റവും വലിയ അടയാളമായി ഞാൻ മനസ്സിലാക്കടെ സുബൈക്ക് നക്കേ സ്വയം വെനിക്കുകയാവുന്നു നൻ്റെ ആറ് വിളിച്ചില്ലെങ്കിൽ തോന്നറിയില്ല യാ റബ്ബി നൻ്റെ നിസ്കാരം കഥായി പോണു തീരാണ്ട് എഞ്ചിട്ട് വേഗം നിസ്കരിക്കടവനൊക്ക എങ്കിൽ പഠിച്ചുകൊണ്ടൊട്ടി ഓണു ബിർസ ഉണ്ടെന്ന് ചൊല്ലത് കറുത്തമുണ്ട്. ഈമാൻ അങ്ങനെയാണ്, സത്യവിശ്വാസം അങ്ങനെയാണ്. സത്യവിശ്വാസത്തെ പണയപ്പെടുത്തുക തീരാണ്ട. സുബ്ഹാനല്ലാഹ്, എത്ര മഹാന്മാരാണ്, സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണ്. ഈമാൻ കൊണ്ട് നിറഞ്ഞെങ്കെത്ത ധാരാളം ആൾമാരെ നമുക്ക് കാണുവാൻ സാധ്യമാവും. അത് വിശാലമായ അധ്യായമാണ്. ഈമാൻ ചൊല്ലത് വല്ലാത്തൊരു വിഷയമാണ്. പഠിച്ചുകൊണ്ടൊട്ടിയുള്ള ബിർസ അത് പലക്കത്തിലല്ല, അത് എഴുത്തിലല്ല, സ്റ്റേജിലല്ല, പേജിലല്ല. അത് നിൻ്റെ പ്രാക്ടിക്കൽ ബതുക്കുൽ പറഞ്ഞു, നിൻ്റെ വ്യവഹാരത്തവിടെ പറഞ്ഞു, നിൻ്റെ ഇബാദത്തവിടെ പറഞ്ഞു, നിൻ്റെ നിസ്കാരത്തവിടെ പറഞ്ഞു. സുബൈക്ക് ഓട്ടോമാറ്റിക് എന്നൊക്കെ എനിക്കുകാവണു. അതേ സുബൈക്ക് എനിക്കുകാവില്ല എന്ന് ചൊല്ലവണ് അൾറമല്ല ബോംബിട്ടെങ്കിൽ അവനക്ക് വിസാർത്താവില്ല. അവള അവൻ്റെ ചങ്ങായി ಅವನಿಗೂ ದುಬೈಗೆ ಹೋಗ್ಕೊಂಡು ಏರ್ಪೋರ್ಟಿಗೆ ಬರ್ನು ಚಂದ್ರ ಎತ್ತರ ಗಂಟೆಗೆ ನಿಕ್ಕೊಂಡು 3 ಗಂಟೆಗೆ ನಿಕ್ಕೊಂಡು ಒಕ್ಕ ನಾನು ಫೋನ್ ಹಾಕಡೆ ಬ್ಯಾಂಡ್ ಹಬ್ಬ ನಿಂಡೆ ಫೋನ್ ಎಂದು ಬೇಡ ನಕ್ಕೆ ಎಂಚಿ ಬರ್ನು ಅವಡು ഒരു മിസ് കാൾ അടിച്ച മൈൻറ്റ് ഒഞ്ചല്ല ഓണക്ക് അപ്പം 3 ഗಂಟೆಗೆ എഞ്ചിട്ട് ഓടുക അവിടെ ഓൻ്റെ ഫ്രണ്ടറായിട്ട് നിസാരമായി അല്ലെങ്കിൽ വളരെ താനായിട്ട് പഠിച്ചുകൊണ്ട് കണ്ടുകൊണ്ടുള്ള അവൻ ചൊന്നില്ലെങ്കിലും അവൻ്റെ ലിസാനുൽ ഹാൽ സാഹചര്യം അങ്ങനെ ചൊന്നുകൊണ്ടുണ്ടു. അവിടെയാണ് പഠിച്ചുകൊണ്ട് ഞാൻ തിരസ്കാരാക്കിക്കൊണ്ടുള്ളത്. ഞാൻ വെറുതെയും പേർക്ക് മുസ്ലിമായോണ്ടുള്ളത്. അതുകൊണ്ട് ഏത് ചളിയുടെ പേരിലും ഏത് മലയുടെ പേരിലും ഇതെല്ലാം അങ്ങനത്തെ ടൈമാണ്. അവിടെ ഒല്ലു പേച്ച് കിടക്കു കുസിയാവിടു ഇബിലീസ് പിന്നെയും നിൻ്റെ വർക്കട വർങ്ങ് ടൈം കൊണ്ടുണ്ടാണ് ഇബിലീസിലെ ഉറുതി. അവിടെയാണ് ജിഹാദ്. അല്ലാണ്ട് റോഡ് സൈഡിൽ വന്നിട്ട് സമറാക്കരുതല്ല, അതുപോലെ പ്രതിഭട്ടനെ ഗെളിയരുതല്ല. അവർ പ്രതിഭട്ടനെ വിളിച്ചെങ്കിൽ ഞങ്ങളെ ഓടുക, ഞങ്ങൾക്കത് ഇഷ്ടമാണ്, കൊസിയാണ്. റോഡ് സൈഡിൽ പോയിട്ട് ഭയങ്കര സമറാക്കട. നിൻ്റെ തടിരൊട്ടികയാണ് ഞാൻ സമറാക്കണേ. അതുക്കാണ് അൽ ജിഹാദുൽ അക്ബർ. ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ജിഹാദ് ഏതെന്ന് കേട്ടെങ്കിൽ, വലിയ ജിഹാദ് ഏതെന്ന് കേട്ടെങ്കിൽ നിൻ്റെ തടിരൊട്ടിക, ഇബിലീസ് റൊട്ടിക, ഷൈത്താൻ റൊട്ടിക ഞാൻ ഹോറാട്ടാക്കുന്നതാണ്. അത് ദൈനംദിന നടക്കണായ പ്രക്രിയയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. ഞങ്ങളെ വലിയ സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ട്. പടച്ചോൻ ചൊന്നത് യഥാർത്ഥത്തിൽ ശരിക്കും നിർവഹണാക്കിയിട്ട് അള്ളാഹുടെ ഇഷ്ട പൊരുത്തം സ്നേഹം സമ്പാദിക്കണമെങ്കെത്ത സാലിഹ്യങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബത്തെ അള്ളാഹു പെടുത്തിട്ട് ഒരു നിസ്കാരവും ഖളാ ആക്കണമെങ്കെത്ത ഒരാളെ ഞങ്ങളല്ല അല്ലെങ്കിൽ ഞങ്ങളെ മക്കളിൽ പരമ്പരയിൽ കുടുംബത്തിൽ അള്ളാഹു തരാണ്ടിക്കട്ട്. ഞങ്ങൾ ഔത്തുൽ വലിയ ബറക്കത്ത് സമൃദ്ധി ഐസത്ത് ഔത്തുൽ ആൾമാറിൽ പരിസരത്തിലെല്ലാം അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ട്. ഐശ്വര്യം അള്ളാഹു വർദ്ധിപ്പിക്കട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.